ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം ഒരു 5:15 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ കോവക്ക പറിക്കാൻ അടിച്ച് വന്നതാട്ടോ. അപ്പോൾ അത്യാവശ്യം കോവക്കൊക്കെ ഉണ്ട്. കുറേ പറിച്ച് ആദ്യമൊക്കെ ഉണ്ടായപ്പോൾ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. കുറേ കിട്ടീന് നമുക്ക്. ഇപ്പോൾ കുറച്ചേ കിട്ടുന്നുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള കോവക്കൊക്കെ ഇന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതങ്ങനെ കോവക്ക പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം 2 പേർക്കുള്ള കോവക്കൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. സൂര്യൻ അത് അസ്തമിച്ച് തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വൈകുന്നേരം കോവക്ക പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കോവക്ക അത്യാവശ്യം കോവക്ക കിട്ടി. മലൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കണ്ണ് കുത്തുന്നുണ്ട് കേട്ടോ. ഒരു മുരിങ്ങ മരത്തമ്മ കൂടി ഇട്ടോ നമ്മളെ കോവക്ക പടർന്നു. അത് മോൾക്ക് പോയതുകൊണ്ട് കുറേ കിട്ടാത്തതും ഉണ്ട്. അപ്പോൾ മുരിങ്ങൻ്റെ കൊമ്പിൻ്റെ മോൾക്കൊക്കെ പോയതൊന്നും പറിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുത്ത്. അപ്പോൾ ഇടയിൽ കൂടെ ഒരു കാറൊക്കെ പോകുന്നത് കാണാം കേട്ടോ. റോട്ടുമ്മ കൂടി നമുക്ക്. അപ്പോൾ കോവക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഈ കോവക്ക പറിക്കണതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ ഞങ്ങളപ്പുറത്ത് ഒരാളുടെ വീട്ടിലുള്ള എവിടെ പോയി വരുമ്പോൾ ഓട്ടോ വിളിച്ച് വന്നതിന്. അപ്പോൾ വണ്ടി ബേക്കടിച്ച് കയറ്റിയപ്പോൾ ഒന്ന് മറിഞ്ഞ് അവിടുത്തെ ചേച്ചി വീണ് കാലിന് രണ്ട് കാലിനും ചതവൊക്കെ സംഭവിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ടോ. അപ്പോൾ പോയി വന്നപ്പോഴാണ് മുയലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മുയലിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോവാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കുട്ടികളാണ് കേട്ടോ കൊടുക്കുന്നതൊക്കെ. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് മോളൊക്കെ തിരക്കൂട്ടിയപ്പോൾ ഇക്കാൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകട്ടോ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഞങ്ങൾ മുയലിനെയും കൊണ്ട് പോവുകയാണ്. മുയലിനെ പെട്ടിയിലാക്കിയതൊന്നും ഇതിൽ കാണിച്ചില്ല. ഞങ്ങൾ വന്ന പോത്തിന് ഒക്കെ മുയലിനെ പെട്ടിയിലാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ മുയലിനെയും കൊണ്ട് ഒരു 6 മുയലുണ്ട് കേട്ടോ. 6 മുയലിനെ ഇപ്പം ഒന്ന് കൊടുക്കണം. ബാക്കിയൊക്കെ ആദ്യം കൊണ്ട് കൊടുത്തിട്ട് കുറേ. അപ്പം അതിനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ മുക്കത്തെത്തി. മുക്കത്തെ രാത്രി കാഴ്ചകളാട്ടോ ഇതൊക്കെ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ മുയലിനൊക്കെ കൊടുത്ത്. പിന്നെ അവിടെ കുറേ കോഴികളും കിളികളും അതുപോലത്തെ പൂച്ച അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടങ്ങനെ നിന്ന് കുറച്ച് നേരം അതിനെ വിറ്റ് വരുന്നവരെ ഞങ്ങൾ അതിനെ നോക്കി അങ്ങനെ നിന്നിട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. കോഴിക്കുട്ടികളാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ മുയലിനൊക്കെ കൊടുത്ത് തൂക്കി വെക്കുക കേട്ടോ. ഒരു തൂക്കി നോക്കി പിന്നെ അവിടുന്ന് പൈസ ഒക്കെ കിട്ടി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്ന്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് തന്നെ കുറച്ച് ഉണക്കൽ മീൻ വാങ്ങാൻ വിചാരിച്ച് അവിടെ കയറിയതാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഉണക്കൽ മീനൊക്കെ വാങ്ങി പോന്ന്. അത് കഴിഞ്ഞ് എളാപ്പൻ്റെ മോൻ്റെ കടയ്ക്ക് ഒരു ചാക്ക് പഞ്ചസാര വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വന്നതാണ് കേട്ടോ അവിടേക്ക്. അങ്ങനെ പോരുന്ന വഴിക്ക് മോള് എന്തോ കളിക്കാൻ എന്തെങ്കിലും വേണമെന്നും പറഞ്ഞ് വാശി കടയിൽ കയറിയത്. അങ്ങനെ ഇവിടുന്ന് പറഞ്ഞ സാധനമൊന്നും അല്ല കേട്ടോ അവിടെ എത്തിയപ്പോൾ വേണ്ടിയത്. അവസാനം പറഞ്ഞൊരു ഈ ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കാണണം, ഇത് വാങ്ങി പോകുന്നു കേട്ടോ. അങ്ങനെ പോരുമ്പോൾ ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാൻ കയറാൻ പോകട്ടെ ഞങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഒഴിവുള്ള എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയും അതുപോലെ ഗ്രീൻ പീസും തിന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഞങ്ങളിങ്ങനെ പോന്ന്. പിന്നെ അത് കഴിഞ്ഞ് മഞ്ചാട്ടിയിൽ നിന്ന് മുരിങ്ങപ്രായ എത്തിയപ്പോൾ അവിടുന്ന് ഒരു ഗ്ലൗസ് വാങ്ങാനും ഗുളിക വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് കാക്ക അപ്പുറത്തൊരു കടയിൽ പോയിട്ട്
അപ്പോൾ ദാ മോള് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പോന്ന് പിന്നെ വെഞ്ചാട്ടിയിലെത്തിയിട്ട് അവിടെ സാധനമൊക്കെ ഇറക്കി കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.